ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വികാസ് വിക്കേസ് ആണ്. ഇന്ന് എൻ്റെ മോളുടെ കാതുകുത്ത് കല്യാണമാണ്. അപ്പം ഇന്ന് വീട്ടിൽ തന്നെ നമ്മളെല്ലാവരും ചെറിയൊരു ഫംഗ്ഷനായിട്ട് നടത്താം. പണ്ട് മുതലേ കേരളത്തിലുണ്ടായിരുന്ന ഒരു കൾച്ചറായിരുന്നു ഇത്. അപ്പം ഇത് ഇന്നിപ്പോൾ വീണ്ടും നമുക്ക് കാണിക്കാൻ പറ്റി. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ, അപ്പം നമുക്ക് ആ ഒരു വീഡിയോയിൽ നിങ്ങളെല്ലാവരും ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ആ ഫംഗ്ഷനിലോട്ട് കിടക്കാം. കൊച്ചിന് ഇന്ന് കാതുകുത്തിനായിട്ട് നമ്മൾ സ്പെഷ്യലി ഡിസൈൻ ചെയ്ത ഡ്രസ്സാണ്. നമ്മളെ പുതിയതായിട്ടൊരു ഡിസൈനർ എന്നെയൊക്കെ കിട്ടി കോസ്റ്റ്യൂം ചെയ്യാൻ. നമ്മുടെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയുള്ള ചേച്ചിയാണ്. അപ്പോൾ നേരെ എനിക്ക് ഇനിയിപ്പം രാജനാണ് ഇന്ന് നമുക്ക് മോൾക്ക് കാത് കുത്താനായിട്ട് വന്നത്. നമ്മൾ മാനുവലി തന്നെയാണ് ഇത് കുത്തുന്നത് അല്ലേ? ഇത് എത്ര പേർക്ക് കുത്തിയിട്ടുണ്ട്? 22 വർഷം കൊണ്ട് ട്രഡീഷണലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് പണ്ട് മുതലേ കേരളത്തിലുള്ളൊരു കൾച്ചറാണ്. അപ്പോൾ നമ്മളിത് എനിക്ക് വന്ന് കുറേ നാളിന് ശേഷം ആൾക്കാർ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ രാജ ഇതെന്താ ചെയ്യുന്നത്? ഒരു നമ്മിങ് പോലെ അല്ലേ? അപ്പോൾ ഇന്നിപ്പോൾ നമുക്കൊരു ടെക്നീഷ്യൻ, പ്രോപ്പറായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു ടെക്നീഷ്യൻ വന്നിരിക്കുന്നത് ഭീമ ജ്വല്ലറി ട്രിവാൻഡ്രത്ത് നിന്നാണ്. എൻ്റെ ഉണ്ണിയാർച്ചയാണോ ഇത്? ഇതാണ് നമ്മുടെ ഈവൻറ്റ്, വെന്യൂ ഇവൻറ്റ്സ്. വെന്യൂ ഇവൻറ്റ്സിൻ്റെ എൻ്റെ എന്ത് ഫംഗ്ഷൻ നോക്കിയാലും വെന്യൂ ഇവൻറ്റ്സിനെ കാണാം അല്ലേ അഞ്ജലി? വെന്യൂ ഇവൻറ്റ്സ് ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷൻസ് ഒന്നും ഇല്ല കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഞ്ജലി രാഹുൽ എന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം ഡിസൈൻ ചെയ്തെങ്കിൽ തരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കുഞ്ഞു പിള്ളേർക്കൊക്കെ കാത് കുത്തുക എന്ന് പറയുമ്പോൾ എനിക്കും സംശയം തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പം എനിക്കാണെങ്കിൽ പോലും പണ്ട് കാത് കുത്തിയിട്ട് അതിങ്ങനെ പഴുത്തു, അപ്പം ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ കുഞ്ഞു പിള്ളേർക്ക് കാത് കുത്തുമ്പോൾ അത് പഴുക്കുമോ അല്ലെങ്കിൽ അത് സ്റ്റെറിലൈസ്ഡ് ആണോ, എന്താണ് അതിനകത്തൊരു സേഫ്റ്റി എന്നുള്ളത് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ മേ ബി പലർക്കും അങ്ങനെ ഒരു സംശയം തോന്നാം. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുഞ്ഞിന് കാത് കുത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് കാത് കുത്തുന്നത് അത് പഴുക്കുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പേടി കൊണ്ടാണ് അവർ ചെയ്യാത്തത്. കുഞ്ഞിൻ്റെ ആ ഒരു കരച്ചിൽ എത്ര ദിവസം വരെ അതിൻ്റെ മുറിവ് ഉണങ്ങും, അങ്ങനെയുള്ള ഒരു സംശയങ്ങൾ. ശരിക്കും എന്താണ് നിങ്ങളുടെ അതിലുള്ള കാര്യങ്ങളൊക്കെ? നമ്മളിപ്പോൾ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ
നമ്മൾ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ നീഡിൽ പ്രത്യേക നീഡിൽ നമ്മൾ ചെയ്തെടുക്കുന്ന നീഡിലാണ്. ഇതിപ്പോൾ അങ്ങനെ വാങ്ങിക്കുന്നതല്ല, ഇത് പുതിയ നീഡിൽ തന്നെയാണ്. അതിനെ ആദ്യം തന്നെ ചൂടാക്കി സ്റ്റെറിലൈസ് ചെയ്ത് വയ്ക്കുക. അത് ആദ്യം തന്നെ പുതിയ നീഡിലാണ്. സ്റ്റെറിലൈസ് ചെയ്ത് വെച്ച ശേഷം നമ്മൾ കമ്മലിൽ വെച്ച് സെറ്റ് ചെയ്ത് വയ്ക്കും. അതിന് ശേഷം മാത്രം ഈ സാനിറ്റൈസർ അടിച്ച് കമ്മലും ചെയ്യും, സാനിറ്റൈസർ ചെയ്യും. അതിന് ശേഷം മാത്രം കുഞ്ഞിന് സാനിറ്റൈസർ ചെയ്ത് തുടച്ചൊക്കെ വരും. അപ്പോൾ നമുക്കത് പഴുക്കത്തില്ല? ഇല്ല. ഓ ശരി. അപ്പോൾ നമുക്കിത് എത്ര ദിവസം എടുക്കുമായിരിക്കും ഇത് കരിഞ്ഞു വരാൻ വേണ്ടിയിട്ട്? ഇതിന് നോക്കിയാൽ ഒരു 3 weeks മുതൽ 1 month ആകും. ഇതിൽ പ്രത്യേകിച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഒന്നുമില്ല? ഇല്ല, ഒന്നുമില്ല. എല്ലാ കസ്റ്റമേഴ്സ് മുമ്പ് വെച്ചോ അല്ലെങ്കിൽ അറിയാവുന്ന അവർ മുമ്പ് വെച്ചാണ് എല്ലാം ചെയ്യുന്നത്. ഓക്കെ, അവർക്ക് കണ്ട് ബോധ്യപ്പെടാം. അതെ. ശരി. വേറെ മീൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? അതായത് ഇപ്പോൾ അവർ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള? ഇത് കുഞ്ഞുങ്ങൾക്ക് ആദ്യം നമ്മൾ ഈ പുതിയ ഗൺഷൂട്ട് എന്നുള്ള പരിപാടിയുണ്ട്. അതിനേക്കാളും നല്ലത് ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അത് ചെയ്തപ്പോൾ അത് നമ്മൾ ഗണ്ണിൽ ചെയ്യുമ്പോൾ കുഞ്ഞ് അങ്ങോട്ടും കൂടെ ചെറുതായിട്ട് അനങ്ങോ മറ്റോ ചെയ്യാം. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാറുണ്ട്. ചില സ്ഥലങ്ങളിൽ ചെറുതായിട്ട് അനങ്ങോ മറ്റോ ചെയ്യാറുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളൊക്കെ മാറും. ഇത് അങ്ങനെയല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തായിരിക്കും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഓ ശരി. മറ്റേതിനേക്കാളും കുറച്ചും കൂടി നമുക്ക് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിരിക്കും. അച്ഛന് താമര പെണ്ണ്, അച്ഛന് സുന്ദരി പെണ്ണ്. ഓ ഓ ഓ ഓ ഓ